അള്ളാഹ് എത്ര കരുണയുള്ള. എന്നാലും അത് നമ്മളെ കാണിക്കാണ് പടച്ചവൻ. ചെയ്തല്ലടാ നീ, അതെ അള്ളാഹ്. അവൻ മനസ്സിലാക്കി, ഞാൻ പോയി തീർന്നു. ഇത്ര നാൾ വാള് പറഞ്ഞ് നടന്നൊക്കെ വേസ്റ്റായി പോയി പടച്ചവനെ. കുടുങ്ങിപ്പോൾ അവസാനം അള്ളാഹ് പറയും പൊയ്ക്കോ എല്ലാം പൊരുത്തപ്പെട്ട് വന്നു. അരങ്ങോന്ന് ആലോചിച്ച് നോക്ക്. വീട്ടിൽ പോയിട്ട് ആലോചിക്കണം. അസ്തഗ്ഫിറുല്ലാ. രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആരക്ക് കേട്ടോ. പൊട്ടിക്കരഞ്ഞ് ദുആരക്ക്. എന്തായാലും അതൊരു നാണക്കേടായിരിക്കുമല്ലേ ഒന്ന് പരസ്യമായിട്ട് കാണിക്കുമ്പോൾ. നമുക്ക് തന്നെ അള്ളാഹ് അത്രയും കഴിവുള്ളവനാണെന്ന് മനസ്സിലാക്കിക്കാണ് നമ്മളെ കൊണ്ട്. എന്നിട്ട് അള്ളാഹു നമ്മൾക്ക് അവസാനം നമ്മുടെ കണ്ണുനീരൊക്കെ തുടച്ചിട്ട് മക്കളെ അടിച്ചിട്ട് നല്ല കിടന്ന് കരയും. പിന്നെ അവസാനം കൊണ്ടിട്ട് ചോക്ലേറ്റ് എല്ലാം കൊണ്ട് കൊടുത്ത് ഉമ്മയൊക്കെ വെച്ച് പൊക്കിയെടുത്ത് തടവി മോനെ മക്കളെ അങ്ങനെ അന്നേരം ദേഷ്യം കൊണ്ട് അടിച്ചാൽ ഇനി അങ്ങനെ ഇല്ല പോട്ടെ കേട്ടോ, ഇനി അങ്ങനെ ചെയ്യല്ലേ മക്കളെ എന്നൊക്കെ പറഞ്ഞ് രണ്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് 2 ചോക്ലേറ്റെല്ലാം കൊടുത്തിട്ട് എല്ലാം തടവി കൊണ്ട് സ്കൂൾ ബസ്സിൽ കയറ്റി വിടുന്നത് പോലെ അവസാനം അല്ലാഹു തആല പറയാൻ യൗം എന്ന് നിനക്കെല്ലാം ഞാൻ പൊരുത്തപ്പെട്ട് തന്നിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹ് എന്ത് ചെയ്യും? അവന്റെ നന്മയുടെ ഗ്രന്ഥങ്ങൾ അവന്റെ വലത് കയ്യിൽ നൽകുമത്രേ. ആ ഫയൽ ഇങ്ങോട്ടെടുത്ത് അതാണ് ആ കിതാബ് കൊണ്ടുവന്ന് വായിക്കാൻ പറയും. ഇഖ്റ കിതാബക്, ഈ പുസ്തകം നീ വായിക്ക്. കഫാ ബിറബ്ബികൽ യൗമ അലൈക ഹസീബാ, കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. ഇന്നത്തെ ദിവസം നിന്നെ ശിക്ഷിക്കാൻ ഈ തെളിവ് എനിക്ക് മതി. കാരണം ഇതെല്ലാം ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് ഒളിക്യാമറ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിരീക്ഷണം, നിങ്ങൾ നിരീക്ഷണത്തിലാണെന്ന് പറയുന്നത് മനസ്സിലായോ? ഇതൊക്കെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ് സംഭവം. ഇതൊക്കെ നാളെ ഖബറിൽ വരും. അതാ രസം. അതുകൊണ്ട് നമുക്ക് ഖബറിൽ കൂട്ടുകാരനാകാൻ എന്ത് വേണം? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി. ഒരു സത്യവിശ്വാസി മരണപ്പെട്ടതിനു ശേഷം അവന്റെ നന്മകളിൽ നിന്നും അവന്റെ സാലിഹായ കർമ്മങ്ങളിൽ നിന്നും അവനോടൊപ്പം അവന്റെ ഖബറിൽ കൂട്ടുകാരനായി വരുന്നത് എന്തൊക്കെയാ? ആ ഖബറിലെ കൂട്ടുകാർ ആരൊക്കെയാണ്? ഇൽമൻ അല്ലമഹു വനശറഹു. അവൻ പഠിച്ച ഇൽമ്, ആ ഇൽമിനെ അവൻ വ്യാപിപ്പിച്ചു കൊടുക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും അത് ഓതിക്കൊടുക്കുകയും ചെയ്താൽ അത് ഖബറിൽ അവന് കൂട്ടുകാരനായി എത്തുമത്രേ. ഔ വലദൻ സാലിഹൻ തറകഹു. ഉപ്പമാരെ ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സാലിഹീങ്ങളാക്കി നാളെ ആഖിറത്തിലേക്ക് വേണ്ടി തന്റെ മക്കളെ നിങ്ങൾ വാർത്തെടുത്താൽ ഖബറിൽ പോയി സ്വസ്ഥമായി നിങ്ങൾക്കുറങ്ങാം. ആ മകന്റെ നന്മകൾ ഖബറിലേക്ക് കൂട്ടുകാരനായി എത്തുമത്രേ. ഔ മുസ്ഹഫൻ വറസഹു. ആരാണോ അല്ലാഹുവിന് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ വാങ്ങിയിട്ട് മദ്രസകളിൽ പഠിക്കുന്ന ഖുർആൻ ഓതാൻ അറിയാവുന്ന വ്യക്തികൾക്ക് അത് ഹദിയയായി സദഖയായി അനന്തര സ്വത്തായി നൽകുന്നതാരാണോ അതിന്റെ പ്രതിഫലം അവർക്ക് അല്ലാഹു ഒരു കൂട്ടുകാരനായി എത്തിച്ചു കൊടുക്കുമത്രേ. ഔ മസ്ജിദൻ ബനാ. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു മസ്ജിദ് നിർമ്മിച്ചു കൊടുത്താൽ അത് കൂട്ടുകാരനായി ഖബറിലേക്ക് വരുമത്രേ. ഔ ബൈതൽ ലിബ്നി സബീൽ. വഴിയാത്രക്കാർക്ക് ഒരു ഇടത്താവളം ഉണ്ടാക്കി ഒരു ബസ് കാത്തു നിൽക്കുന്ന വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കി കൊടുത്താൽ അതും അവർക്ക് കൂട്ടുകാരനായി ഖബറിൽ വരുമത്രേ. ഔ നഹ്റൻ അജ്റാബി. ആർക്കും വെള്ളം തടഞ്ഞു വെക്കരുതേ, തടഞ്ഞു വെക്കരുതേ. കുടിക്കാനും കുളിക്കാനും വെള്ളം ചോദിച്ച് നിന്റെ അരികിലേക്ക് വന്നാൽ ആരാണോ അവർക്ക് വെള്ളം കൊടുക്കുന്നത്, ആരാണോ അവർക്കൊരു കിണർ കുഴിച്ചു കൊടുക്കുന്നത്, അതിന്റെ മിസ്ല് സവാബ് ഒരു കൂട്ടുകാരനായി ഖബറിലേക്ക് എത്തുമത്രേ. ഔ സദഖ അഖ്റജഹാ മിൻ മാലിഹി ഫീ സിഹതിഹി വഹയാതിഹി യൽഹഖുഹു
ബഅദ മൗതിഹി ഫീ ഖബരിഹി ഔ കമാ ഖാല അലൈഹിസ്സലാം. അവന്റെ ആരോഗ്യമുള്ള അവസ്ഥയിൽ, അവൻ ആരോഗ്യ ദൃഢഗാത്രനായ അവസ്ഥയിൽ, സമ്പത്ത് കൊണ്ട് അവൻ അമ്മാനമാടുന്ന സമയത്ത് അവന്റെ സമ്പത്തിൽ നിന്ന് നല്ല ഒരു വിഹിതം സാധുക്കൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി അവൻ മാറ്റിവെച്ചോ. ആ സദഖകൾ അവന്റെ ഖബറിലേക്ക് കൂട്ടുകാരനായി മരണശേഷം എത്തുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 6 കാര്യമാണ്. ഇനി ഇത് വിശദീകരിക്കാൻ പോകണം. ഒരു പൊതുവെ 6 കാര്യം പറഞ്ഞ സംഭവം. ഇനി ഇതാണ് നമ്മൾ വിശദീകരിക്കേണ്ടത് സംഭവം. ബക്കറ്റ് വരും എപ്പോഴാണ് എടുക്കുന്നത്? ബക്കറ്റ് എല്ലാം നേരത്തെ പറഞ്ഞിട്ടല്ലേ വിളിക്കുന്നത്. ബക്കറ്റുണ്ട്. ആംബുലൻസ് കിടക്കുന്നത് എന്തിനറിയോ? ആരെയും കൊണ്ടുപോകാനല്ല, ഇതിൽ ഓഫർ ചെയ്തവരെ കൊണ്ടുപോകാനാണ്. കൊടുക്കാതെ ഓഫർ ചെയ്തിട്ട് കൊടുക്കാത്തവരുണ്ട്, അവരെ കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടിട്ടിരിക്കുകയാണ് ആ സാധനം. എന്തിനാ നമ്മൾ ഈ ഓഫർ ചെയ്യുന്നത്? ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇതിപ്പോൾ ഈ വായിച്ച അതീതെല്ലാം കേട്ടാ സഹീഹ് ഇബ്നു മാജാണ്. ഞാൻ വെറുതെ ഇല്ല ഉടായ്പ അതീതൊന്നും ഞാൻ പറയില്ല, എല്ലാത്ത അതീതും ഞാൻ പറയില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയിച്ചു തരും. ഇതെല്ലാം വാത് കേൾക്കുമ്പോൾ ഒക്കെ പറഞ്ഞു തരും, ആ ഉസ്താദ് ആ പറഞ്ഞ തെറ്റാണ്. അപ്പോഴേ ഞാൻ തിരുത്തും. അൽഹംദുലില്ലാ, അവർക്കൊക്കെ നല്ല കൂലി അല്ലാഹ് കൊടുക്കട്ടെ. തെറ്റുകൾ തിരുത്തി തരണം. നമ്മളൊന്നും തികഞ്ഞവരല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും കൈ കൊണ്ടിട്, പോക്കറ്റ് കൈയിട്. ബിസ്മില്ലാ എല്ലാവരും കൈയിട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ എല്ലാ മുസീബത്തുകളും മാറ്റി, വിഷമങ്ങളും മാറ്റി, പ്രയാസങ്ങളും മാറ്റി, രോഗങ്ങളും മാറ്റി, നമ്മളിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല വേദനകൾ, ദുഃഖങ്ങൾ, വിഷമങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ, ഈ നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ, കശ്മീരിലെ മക്കൾക്ക് സമാധാനവും സന്തോഷവും എല്ലാം അള്ളാഹു നൽകുമാറാകട്ടെ. ആ നല്ല നിയ്യത്തോടുകൂടി എല്ലാവരും, ഒരാൾ പോലും, നിങ്ങളുടെ സഹോദരങ്ങളാണ് വേദനിക്കുന്നത്. നമുക്ക് ഈ സദഖയും ദുആയും അത് വലിയൊരു ആയുധമാണ്. ബിസ്മില്ലാ, ഒരു സദഖയും ദുആയും വലിയൊരു ആയുധമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് നിങ്ങൾ വെറുതെ തട്ടിക്കളയരുത്, ഇടണം. നിങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടെയോ? ആയത്തും അതീതിലും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടണം. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇട്ടോളി. ഞാൻ വെറുതെ ഒന്നുമല്ല പറയുന്നത്, നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി വാത് പറയാനുമില്ല. കാര്യം പറഞ്ഞത്, നിങ്ങൾ ഖുർആൻ കേട്ടിട്ട് അതീത് കേട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും. അതേ എനിക്ക് പറയാനുള്ളൂ. ഖബറിലെ കൂട്ടുകാർ ഇനി തുടങ്ങാൻ പോണ വിഷയം ഇനിയാണ് വിഷയം. അത് ഖബറിലെ കൂട്ടുകാർ, അതായത് 6 പറഞ്ഞു വെച്ചത്. അത് വിശദീകരിക്കണ്ടേ? അത് വിശദീകരിക്കണമല്ലോ, അതല്ലേ വേണ്ടത്. 2 വർഷമായിട്ട് ഇവരിവിടെ ഇതിനു വേണ്ടിയൊക്കെ ഈ പൈസകളൊക്കെ ചിലവാക്കി ആംബുലൻസൊക്കെ വാങ്ങി അത് കടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സൈറനെ കേൾക്കുള്ളൂ. ആ സൈറൻ എന്താ? അല്ലോ 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 അല്ലോ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആ വിളിയാതാ, അതിനകത്ത് കിടക്കുന്ന ചങ്ങാതിരെ വിളിയാതാ. അല്ലോ 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 വിളിയാതാ ഇല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? നീ പോകുമ്പോൾ ശ്രദ്ധിച്ചോ. വേദന കൂടുമ്പോൾ അല്ലോ 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 അല്ലോ. ആ റൂഹിനെ പിടിക്കുന്ന സമയമാകുമ്പോഴാണ് ഇത് കൂടുന്നത്. അല്ലോ 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 ആ വിളിയാണത്. അല്ലോ എന്നുള്ള വിളി അത് തന്നെയാണ് ഈ ആംബുലൻസ്. നിങ്ങൾ ശ്രദ്ധിച്ചു, ഇനി പോകുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. എന്താ സംഭവം? ഓഫർ ചെയ്തിട്ടൊന്നും കിട്ടിയിട്ടില്ല. അല്ലാ 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 അല്ലാ. കാരണം നമ്മൾ എന്തെങ്കിലും ഓഫർ ചെയ്യുകയാണെങ്കിൽ അത് കൊടുക്കണമല്ലേ ചെയ്യരുത്. കാരണം ഇത് നാളെ ആഖിറത്തിൽ കൂട്ടുകാരനായിട്ടല്ല വരുന്നത്, ഇടങ്ങേറുകാരനായിട്ടാണ് എനിക്കും വരുന്നത്. ഇത് ഹക്കാണല്ലോ, ഹക്കാണ്. എല്ലാവരും എഴുന്നേറ്റ് റായത്തിട്ട് 10,000 പറയും. മൊയ്ലിയാർ ചങ്ക് പൊട്ടി ദുആയും ചെയ്യും. 10,000 രൂപ. പിന്നെ അയാളെ ഫോൺ വിളിച്ചാലും ഇന്ന റഖബല്ലദീ തലബ്തഹു ഗൈറു മൗജൂദ്. നീ വിളിക്കുന്ന നമ്പരേ ഇല്ല, എന്നിങ്ങനൊരു സംഭവം ഇല്ല. അതാണ്. ഇത് വെള്ളമാണോ? ഇത് വെള്ളം, ചൂടുള്ള വെള്ളം കുറച്ചൊഴിക്കും. അതിനകത്ത് നിന്ന് കുറച്ചൊഴിക്കും. മനസ്സിലായില്ലേ? കുഴപ്പമില്ല, നല്ല ഒഴിച്ചോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് വിഷയം പറഞ്ഞ് കൊടുക്കണം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഞാൻ ഈ 10,000 ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, നമുക്ക് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 3 ലക്ഷം രൂപ കടയുണ്ടെന്ന് പറഞ്ഞു. 3 ലക്ഷം രൂപ കടയുണ്ട് എന്നാണ്. ഞാനതൊന്നും പറയുന്നില്ല. ഞങ്ങൾ 10,000 വെച്ചത് ഞാൻ ഓഫർ ചെയ്യിക്കില്ല. നമുക്ക് കൊടുക്കാൻ പറ്റിയത് 300 പേര് 1000 രൂപ വെച്ച് പറഞ്ഞാൽ ഹലാസ്. 150 പേര് 2000 രൂപ. അത് ആർക്കും കൊടുക്കാം. 2000 രൂപ. അത് നിരോധിക്കുന്നതിന് മുമ്പ് പെട്ടെന്നൊന്നും കൊടുത്തേരാ സംഭവം.
ചുമ്മാ അവിടെ ഇരുന്ന് പിന്നെ അവസാനം ജതലടിച്ചിട്ട് പിന്നെ കൊണ്ടുപോയി ആരെല്ലാം തലയിൽ കുഴിച്ചിട്ട് അളിയ ഇതൊന്ന് മാറ്റി തളിയ ഇതളിയ മാറ്റി തളിയ എടാ ഇല്ല അവിടെ സദക്ക പള്ളിക്കുറ്റി മുസ്ലിം യുവജന സംഘത്തിന് ആംബുലൻസിന് കൊണ്ട് കൊടുക്കും. ഇപ്പോൾ അവർക്ക് റാഹത്തായിട്ട് മാറ്റി കിട്ടും. പിന്നെ എല്ലാം പൊക്കിക്കൊണ്ട് വരും. അന്ന് ഇങ്ങനെ സദക്ക ചെയ്യാൻ ചോദിച്ചവനൊന്നും തരാതിരുന്നപ്പോഴാണ് ചാക്കിനകത്ത് കൊണ്ടുവരുന്നത്. ചാക്കിനകത്ത് നവംബർ 30 കൊണ്ടുവരുവാണ്. അതെ ആ പള്ളിക്ക് വേണ്ടി ഇത് ചെലവാക്കിയിട്ട് പിന്നെ തന്നാൽ മതി അങ്ങ് വെച്ചോളാൻ. അങ്ങനെയുണ്ട്. എല്ലാം അള്ള പൊക്കുവേ ഇതൊക്കെ. അതുകൊണ്ട് ഇത് എപ്പോഴാണ് ഇതിൻ്റെ റൂഹ് പിടിക്കുന്നതെന്ന് അറിയില്ല ഈ സാധനത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് 2000 രൂപ നമ്മളൊന്നും ഞാൻ ചോദിക്കുന്നില്ല. നല്ല കൂട്ടുകാരായിട്ട് ഖബറിൽ വരാൻ, നല്ല കൂട്ടുകാരായിട്ട് ഖബറിൽ വരാൻ. ഈ മക്കളുടെ ആ ഒരു കടങ്ങൾ, ബാധ്യതകൾ, ആ ഹക്കുകൾ അങ്ങ് തീർക്കുക. ഈ 10,000 ഒന്നും വേണ്ട. നിങ്ങൾ ആ 10,000 രൂപ കൊടുക്കാൻ ഏറ്റവർ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അവരോട് പോയി പറഞ്ഞ് പൊരുത്തം വാങ്ങുക. അബീബേ അത് അന്നത്തെ ആവേശത്തിൽ പറഞ്ഞു പോയതാണ്. എന്നാൽ ഒരു 2,000 രൂപ ഉസ്താദ് പറഞ്ഞു 2,000 ഇരിക്കട്ടെ, ബാക്കി 8,000 മാപ്പാക്കിയാരെ. അൽഹംദുലില്ലാ. അത് ആഖിറത്തിന് രക്ഷ കിട്ടുക. അല്ലെ ചുമ്മാ ഇത് 3 വർഷത്തെ ബുക്കിൽ ഇപ്പോഴും ഇരിപ്പുണ്ടെന്ന്. ആ ബുക്ക് വാങ്ങുന്നതിന് എൻ്റെ പൈസ എത്ര ആവുമെന്നറിയോ? 3 വർഷത്തെ ഇപ്പോൾ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ ഒഴിവാക്കിയിട്ട് 2,000 രൂപ അല്ലെങ്കിൽ 1,000 രൂപ. സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇൻഷാ അല്ലാ നിങ്ങൾ ആ ബുക്ക് കൊണ്ടുവരുമോ? മക്കളെ അവരെന്ത് ഞാനൊന്നും ചോദിക്കുന്നൊന്നുമില്ല. നിങ്ങളുടെ മുന്നിലൊക്കെ രഹസ്യമായിട്ട് അത് എഴുതിക്കോ. ഞാനിവിടെ വിഷയം പറഞ്ഞു കൊണ്ടുവരിക്കാം. എന്നിട്ട് ലാസ്റ്റ് വായിച്ചെടുത്ത് വാർക്കാം. എന്താ അത് മതി. എന്താ അല്ല ചുമ്മാ 2,000 പറ. ആ പണിയൊന്നും നമുക്കില്ല. ഞാൻ നേരത്തെ തന്നെ സൗദിയിൽ വെച്ച വാതിന് ബുക്ക് ചെയ്ത് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, അനീസിൻ്റെ അടുത്ത് പിരിവാന്നെങ്കിൽ എന്നെ വിളിക്കാം. ഞാൻ ഇപ്പോൾ വാതിന് പോകാറില്ലല്ലോ. ഇപ്പോൾ വാതിൽ പരിപാടിയൊന്നുമില്ല. ഞാൻ വയ്യ ഈ സംഭവം എന്തതിന് വെറുതെ ധരിച്ച് സമാധാനമായിട്ട് റാഹത്തായിട്ട് കുത്തിയിരുന്ന് കണ്ട് കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഒന്നാമതേ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. പിന്നെ അയാളെ വിളിക്കരുത്, ഇയാളെ വിളിക്കരുത്, സംഘടനാ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾ വേണ്ടാന്ന് കല്ലി വീട്ടിൽ വല്ലതും കുത്തിയിരുന്ന കുട്ടികളെയും മക്കളെയും തള്ളയും കണ്ട് റാഹത്തായിട്ട് ഇതുമത്തിയതുകൊണ്ടിരിച്ചോളൂ. പള്ളി റാഹത്ത് തന്നെയാണ്. ഈ കിടന്ന് ഈ വാതിൽ നടത്തി തജ്ജുതും ഇല്ല, സുബൈയില്ല. ആര് നന്നാവാനും, മൊയ്ലിയാർ നന്നാവുന്നില്ല, പിന്നെ നാട്ടുകാർ നന്നാവാൻ പോണത്. പിന്നെ എന്നാത്തിന് ഈ വാത് വെറുതെ? അതിനിടയ്ക്ക് കുറേ സംഘടന അവർ പറഞ്ഞ അവന് വേണ്ട, ഇവനെ കുറ്റം പറയുന്നത്. എന്തിനൊക്കെ പോണത്? അല്ലെങ്കിലൊക്കെ റാഹത്തായിരുന്നതിൽ 10 പേര് ഒരുമിച്ച് കൂടിയിട്ട് നമുക്കൊരു വാത് വയ്ക്കാതെ കുറച്ച് പൈസയൊക്കെ പിരിച്ചു വെച്ചിട്ട് വന്ന് വിളിക്കുക. എന്നാലും നമുക്ക് വാത് റാഹത്തായിട്ട് ദീൻ്റെ കാര്യം പറയാൻ പറ്റും. പിന്നെ ഒരു ബക്കറ്റ് എടുക്കാം ഇൻഷാ അല്ലാ, എല്ലാവരും മാന്യമായിട്ടുമല്ല. അല്ലാതെ ഈ പാവം പിടിച്ച ചങ്ങാതി ഒന്നാമത് സാമ്പത്തിക മാന്ദ്യം. എൻ്റെ ഭാര്യ ആശുപത്രി കൊണ്ടുപോകാൻ പൈസ ഇല്ലായിരിക്കുമ്പോഴാണ് മൊയ്ലിയാർ ഇങ്ങനെ ഓരോ ഹദീസും കുറേ സിറാത്ത് പാലത്തിൻ്റെ മോളിൽ കയറ്റി ഇരുത്തിട്ടാണ് ചോദിക്കുന്നത്, മര്യാദ പൈസയുടെ ഇല്ല ഇപ്പോൾ താഴെ വീഴുന്നതെന്ന്. അവൻ പാവം പിടിച്ചവൻ പേടിച്ചോ മുടച്ചവനെ താഴെ വീണാൽ പോലെ. മൊയ്ലിയാരുടെ കാലം എങ്ങനെയാണെന്നുള്ള അള്ളാഹിക്കറിയാം സംഭവം. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാ അങ്ങോട്ടാണ്ട് ആ ചെറുക്കം വരുന്ന പയ്യൻ സഹോദരിമാരത്തേക്കുമ്പോൾ രഹസ്യമായിട്ട് നിങ്ങൾ ആ 2,000 2,000 എല്ലാവരുടെ മുന്നിലേക്ക് ആ ബുക്ക് ഇങ്ങനെ കൊണ്ടുപോ. മുസ്ലിം പറഞ്ഞ് അവർ ആ നമ്പർ എഴുതി വെക്കും. ഇൻഷാ അല്ലാ നല്ല നിയത്തോടെ ആ ഖബറിൽ ഇതാണ് ഞാൻ ഹദീസ് പോകാൻ പോകുന്നത്. വെറുതെ അല്ല, ഞാൻ പൈസയ്ക്ക് വേണ്ടി അല്ല ഈ വേള് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസാണ്. നിങ്ങളതിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ കൊടുക്കിൻ. നമുക്ക് നമ്മുടെ ഈ മക്കൾ ചെയ്യുന്ന കർമ്മം അതാണ്, ദൗത്യം അതാണ് നമുക്ക് ഈ കാണുന്നത്. കണ്ടില്ലേ ഈ കാണുന്ന ഈ ആംബുലൻസ് ഒരുപാട് നാളെയൊക്കെ ഒരുപാട് സഹായങ്ങളൊക്കെ അവരോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ 3 ലക്ഷം രൂപ കടം. 300 പേര് 1000 രൂപ കൊടുത്താൽ അതങ്ങോട്ട് തീർന്നു സംഭവം. ഇവിടെ ഇപ്പോൾ 300, 400, 500 അല്ലാത്ത ആളുകളല്ലേ, ഇഷ്ടംപോലെ ആളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ 1000 രൂപ ഇൻഷാ അല്ലാ കൊടുക്കാൻ പറ്റും. ഇൻഷാ അല്ലാ പറ, ഉറക്കെ പറ ബീവിങ്ങളെ. എന്താ കൊടുക്കുക ഇൻഷാ അല്ലാ ഒക്കെ പറഞ്ഞ്. ദീനിൻ്റെ കാര്യത്തിൽ പൈസ കൊടുക്കാൻ വലിയ മടിയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യട്ടെ. ഇല്ലെങ്കിൽ ഇവന്മാരൊക്കെ ചുമ്മാ ഡിസ്കോ ഡാൻസ് നടത്തി, കഞ്ചാവ് പരിപാടി നടത്തി, ഗാനമേള നടത്തും. അതിനൊക്കെയാണ് അത് വിളിയാളിയാ. ഞാൻ 5,000 അളിയാ എൻ്റെ 5,000 ആദ്യം വെച്ചോ, എൻ്റെ 10,000 ആദ്യം വെച്ചോ, എന്നാൽ വെച്ചോ അളിയാ. ഇതെല്ലാം അവർ പറയുന്നത്. അതിനുവേണ്ടി ചിലവാക്കും. ദീനിൻ്റെ കാര്യത്തിന് കൊടുക്കാൻ മടി എന്താണെന്നല്ല. അതാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹ് വിശ്വാസമില്ല എന്നാണ് എൻ്റെ അർത്ഥം. ദീനിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ അവിടെ ചെയ്ത്, ഇവിടെ ചെയ്ത്, അവിടെ ചെയ്ത്, ഇവിടെ ചെയ്യുന്നുണ്ട്, അവിടെ ചെയ്യുന്നുണ്ട്, ഇവിടെ ചെയ്ത്, ഇതൊന്നും പറയരുത്. നീ അവിടെ ചെയ്യുന്നത് നിന്നോട് ചോദിച്ചില്ലല്ലോ. നിന്നോട് വന്നൊരു സഹോദരൻ ചോദിക്കുമ്പോൾ നിനക്ക് കഴിയുമെങ്കിൽ ഇന്ന് അൽഹംദുലില്ലാ 10,000 പ്രതീക്ഷിച്ചു. ഹബീബ ഇപ്പം 1000 ഉള്ളൂ, ഇൻഷാ അല്ലാ പിന്നെ ഇടുന്ന പിടിച്ചോ. അല്ല ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്, ഇവിടെ ചെയ്യുന്നുണ്ട്, അത്ര ഇതൊന്നും ചോദിക്കില്ല. മാഫി കലാം. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. മൊത്തത്തിൽ എഴുതി വെച്ചോ. ലാസ്റ്റ് ദുആ വായിച്ചിട്ട് ദുആ ചെയ്യും കേട്ടോ. ഇനി ഓരോന്ന് 2,000 പേർ 2,000 രൂപയ്ക്ക് ദുആ ഇരുന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ കബറിനകത്തുള്ള കൂട്ടുകാരനൊക്കെ വെളിയിലായി പോകും സംഭവം. എഴുതിക്കൊണ്ടോ. പെണ്ണുങ്ങൾ എത്ര ഉണ്ടോ ആണുങ്ങൾ എത്ര ഉണ്ടോ ഞാനൊന്ന് നോക്കട്ടെ ഇൻഷാ അല്ലാ. പോയിക്കോ രഹസ്യമായിട്ട് അവരുടെ കയ്യിലേക്ക്. ഇന്ന് ഈ പേപ്പർ അവരുടെ കയ്യിൽ കൊടുക്കുക. ഒരു 10-500 പേപ്പർ കീറിയിട്ട് അതിൽ കൊടുക്കുമ്പോൾ അവരത് എഴുതി തരും. അങ്ങനെ ചില ആളുകൾക്ക് ഒരു നാണമാണ്. വലിയ വലിയ മുതലാളിമാരൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ 1000 രൂപ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഒരു നാണക്കേടുണ്ടാവും. ഒരു കുഴപ്പമില്ല. അല്ല 1000 രൂപ മതി. 10,000 വെറുതെ വാഗ്ദാനം പറയുന്നതിനേക്കാളും നല്ലത് 1000 കൊടുക്കൽ തന്നെയാണ്.
വാഗ്ദാനമൊക്കെ ഡിലീറ്റ് ആക്കിക്കള, എന്നിട്ട് കൊടുക്കാൻ പറ്റുന്നകൾ കൊടുക്കി. ഇൻഷാ അല്ലാഹ് ഹക്കുകൾ നിറവേറ്റും. മരിക്കുന്നതിന് മുമ്പ് ആ ഇടപാടുകൾ പൂർത്തിയാക്കട്ടെ. ഇൻഷാ അല്ലാഹ് കൊടുത്തോളൂ. പേപ്പർ അങ്ങോട്ട് കൊടുത്തിട്ട് മക്കളെ എല്ലാവരും സഹോദരിമാർ. അല്ലെങ്കിൽ നാളെയൊക്കെ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ കബീർ മുസ്ലിയാരുടെ പ്രസംഗമല്ലേ, നാളെ വരുമ്പം കൊണ്ടുവന്നാലും മതി. നല്ല നിയത്തി കവർ വല്ലതും ഉണ്ടേ കൊണ്ടോ എന്നാലും മതി. ആ കവർ കൊടുത്ത ഒരു 300 കവർ കൊടുത്താൽ അതിനകത്തൊരു 1000 രൂപ ബർക്കത്തിനിട്ടുണ്ട്. അത് കൊള്ളാം. എന്താ ഉണ്ടോ? ആ പിരിച്ചുകൊണ്ട് വന്നിട്ട് അവസാനം മുസ്ലിയാർക്ക് കൊടുത്ത് വിടരുത്. അത് റാഹത്തായിട്ട് നീ കൊടുത്തോ. പിന്നെ അവസാനം കണക്ക് പറയും, അങ്ങേര് വന്നതിന് ഇത്ര, ഇങ്ങനെ വണ്ടിക്ക് ഇത്ര, അങ്ങേർക്ക് അതിന് ഇത്ര. മനുഷ്യന് കിടക്കപ്പുറതിയില്ല, ഒന്നുമില്ല. വെറുതെ ചുമ്മാ വീട്ടിൽ കാണും കിടന്നിരുന്നെങ്കിൽ അതിനേക്കാൾ അല്ലേ. അങ്ങേര് പിടിച്ച് അങ്ങേര് അത്രയും കൊണ്ടുപോയി, ഇങ്ങനെ ഇത്രയും കൊണ്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ആ കവറിൽ ഒരു 1000 രൂപ വീതം. കാക്ക പെട്ടെന്ന് കവർ എടുത്തു കൊടു. ഉണ്ടോ? കവറുണ്ടല്ലോ അല്ലേ? കൊടുത്തു. നാളെ ലാസ്റ്റ് ദിവസമാണ്, ഖിയാമത്ത് നാളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് കൊണ്ടുവന്ന് കൊടുക്കണം എല്ലാവരും. എന്താ നിങ്ങൾ എത്രയും പറഞ്ഞാൽ പോരെ, ഇതിൽ കൂടുതൽ നമ്മളങ്ങനെ പറയാം. പിന്നെ 1000 രൂപയ്ക്ക് വേണ്ടി നമ്മൾ സമയം കളയാൻ പറ്റില്ല. ഒരു അരമണിക്കൂർ നമ്മൾ പ്രസംഗിക്കണമല്ലോ, അരമണിക്കൂറുടെ പ്രസംഗിക്കണം നമുക്ക്. ഇൻഷാ അല്ലാഹ് 11 മണി, ഒരു 11:30 നിർത്താം നമുക്ക് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വെച്ച് എഴുതിയവരുണ്ടെങ്കിൽ ആ പേര് ഞാൻ വായിച്ച് ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ നാളെ വീണ്ടും ലൈവ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈവൻ അസോസിയേഷൻ 1000 രൂപ വീതം സദക്ക ചെയ്തോളി, 2000 സദക്ക ചെയ്തോളി ഇൻഷാ അല്ലാഹ്. ദുആ ചെയ്യും. ആരെല്ലാം കാണുന്നുണ്ടോ അതിനകത്ത്? 1000 പേര്. അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലായിരിക്കും. അൽഹംദുലില്ലാഹ് ഖൈർ. അള്ളാഹു കബൂലാക്കട്ടെ. ആരെങ്കിലുമൊക്കെ ഒരാൾ നന്നായ അത്രയും നല്ല കാര്യമായില്ലേ ഇൻഷാ അല്ലാഹ്. മോനെ കവർ കൊടുറോ? കവറുണ്ടോ? കവർ പിടിച്ചോണ്ട് കൊടുത്തോ, എല്ലാം തരും. അതൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാം തരും. നമ്മളെ ആൾക്കാരല്ല, നമ്മുടെ പള്ളിക്കുറ്റിയുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവരൊക്കെ സഹായിക്കുന്നവരാണ്. അങ്ങനെയൊന്നും വിട്ട് കളയൂല ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? പരിപാടി തുടങ്ങാം അല്ലേ? തുടങ്ങട്ടോ? അത് നിർത്തട്ടോ? ഖബറിലെ കൂട്ടുകാർ. അപ്പോൾ ഖബറിൽ നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഖബറിൽ നമുക്ക് ഗുണം ചെയ്യുന്നതാണ് ഖബറിലെ കൂട്ടുകാർ. അതാണ് അതിൻ്റെ അർത്ഥം. ഖബറിൽ നമുക്ക് ഗുണം ചെയ്യുന്നതാണ് ഖബറിലെ കൂട്ടുകാർ. അല്ലാഹ് പടച്ചവനെ റബ്ബേ, എന്തായിരിക്കും രംഗം അല്ലേ? വല്ലാത്ത കഷ്ടമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കവറില്ല. നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടെ, പണ്ട് മുതലേ വാളിനെ കവറൊക്കെ വെച്ച് നാളെ ലാസ്റ്റ് ആകുമ്പോൾ ഇന്നത് കൊടുക്കുമ്പോൾ അവർ വീട്ടിൽ നിന്ന് ആ താത്താന്മാരൊക്കെ എവിടുന്നൊക്കെ ജീരകപ്പാട്ടയൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ആ പൈസ ഒക്കെ എടുത്ത് ഇതിനകത്തിട്ട് കൊണ്ട് തരും. ഒരു 3 ലക്ഷം രൂപ നാളെ കിട്ടിപ്പോയനെ. ഒരു കട ആരെങ്കിലും കുത്തി തുറന്നുണ്ട്, ഇത്തോടെ വല്ല മാർഗമൊന്നുമില്ലേ? നിങ്ങൾ ഒരു കവർ നാളെ വീട്ടിൽ നിന്ന് സംഘടിപ്പിച്ച് ഇൻഷാ അല്ലാഹ് കൊണ്ടുവന്ന് കൊടുക്കണേ ഇൻഷാ അല്ലാഹ്. 1000 രൂപ 1000 കൊടുക്കണം കേട്ടോ ഇൻഷാ അല്ലാഹ്. എന്നല്ല ഈ വാള് പറയുള്ളൂ, ഇല്ലെങ്കിൽ ഇനി വാള് പരിപാടിയൊക്കെ ഇല്ല. എല്ലാം വേണ്ട അബീബ, ഈ വാളിനോടൊപ്പം തന്നെയാണല്ലോ. പിന്നെ ഈ വാള് നിങ്ങളില്ലാത്തവരെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ ഇല്ലാത്ത ഹദീസൊന്നും കൊണ്ടുവന്ന് ഞാൻ പൈസ അറിയാൻ വയ്യാഞ്ഞതുകൊണ്ടല്ല, പക്ഷെ ആഖിറത്തിൽ ഞാൻ ഊരാൻ പറ്റൂല. അതുകൊണ്ടാണ് എനിക്കൊരു പേടി, മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാഹ് ഉള്ളത് പറഞ്ഞ് ജനങ്ങളോട് പറയുക, ഇഷ്ടമുള്ള നല്ല മനസ്സുകളൊക്കെ തരട്ടെ. അൽഹംദുലില്ലാഹ് ഞങ്ങളൊക്കെ നല്ല ചെയ്യുന്നവരാണ്, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ സാഹചര്യങ്ങൾ. അൽഹംദുലില്ലാഹ് ഈ ആംബുലൻസൊക്കെ ഇങ്ങനെ അതിലേക്കൂടെയൊക്കെ പോകുന്നുണ്ട്. തിരുവനന്തപുരത്ത് നമ്മളിപ്പോൾ ജോലിയുണ്ട്. ഇപ്പോൾ ഇവിടുത്തെയാണെന്നുള്ളത് ഇപ്പോൾ ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഓക്സിജൻ സിലിണ്ടർ എല്ലാം ഉണ്ട്. അള്ളാഹു അതിനകത്ത് കയറ്റാതിരിക്കാൻ തൗഫീഖ് തരട്ടെ. അതല്ലേ വേണ്ടതല്ലേ? പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹ്. ഞങ്ങൾ എൻ്റെ പള്ളിയിൽ നമസ്കരിച്ചുകൊണ്ടിരുന്ന ഒരാൾ മയങ്ങി വീണ്. അയാളെ ആംബുലൻസിനകത്ത് കൊണ്ടുപോയത്, പള്ളിയിലത്തെ ആംബുലൻസിൽ. എന്തായി സംഭവം എന്ന് പിന്നെ അറിയില്ല, അള്ളാഹു ആലം. ഖൈർ. അൽഹംദുലില്ലാഹ്. അസീസാക്ക എന്തായാലും കല്ലിൽ അസീസാക്ക എഴുതുകയാണ്. അള്ളാഹു തആല ആഫിയത്ത് ദീർഘായുസ്സ് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും അള്ളാഹു തആല കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു സദഖ ചെയ്തവർക്കും ഇരിക്കുന്നവർക്കും വന്നവർക്കും എല്ലാം അള്ളാഹു അർഹമായ കൂലി കൊടുക്കട്ടെ. സഹോദരിമാരെ നിങ്ങളൊക്കെ കേട്ടോ, ഖബറിലേക്ക് ഒരു 2000 റുപ്യ ഇപ്പോഴേ കാണിക്ക വഞ്ചി ഇട്ട് വെച്ചേരെ, ഖബറിൽ വരും അത് ഇൻഷാ അല്ലാഹ്. അതാ ഇപ്പോൾ പറയാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സദഖ ചെയ്തവരൊക്കെ എഴുതി ലിസ്റ്റ് ലാസ്റ്റ് കൊണ്ടുവന്നത് കേട്ടോ. ഇവിടെ കൊണ്ടുവച്ച് ഞാനതൊന്ന് വായിച്ചു ദുആരക്കും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, അല്ലാതെ പിരിക്കാനൊന്നും വേണ്ടല്ലോ. അതാണ് എൻ്റെ ഖൈർ. അതാണ് നാളെ തരും, എനിക്കറിയാമല്ലോ, തരുമല്ലോ ഇൻഷാ അല്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മർറ ബിഖബരിൻ, ഒരു ഖബറിന്റെ അരികിലൂടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നടന്നു പോവുകയാണ്.
ഫഖാല അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ് മൻ സാഹിബു ഹാദൽ ഖബരി, ആരാണ് ഈ ഖബറിലുള്ളത്? ആരുടെ ഖബറാണ്? അതാണ് റസൂലുള്ളാഹി നമ്മൾ ചോദിച്ചത്, ആരുടെ ഖബറാണ്? ഫഖാലൂ ഹാദാ ഖബർ ഫുലാൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കൾ പറഞ്ഞു, ഇത് ഇന്ന വ്യക്തിയുടെ ഖബറാണ് നബിയേ. അറിയാലോ സംഭവം, ഇന്നാളുടെ ഖബറാണെന്ന് പറഞ്ഞു. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, റകഅതാനി അഹബ്ബു ഇലാ ഹാദാ മിൻ ബഖിയത്തി ദുനിയാകും. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിലെ വ്യക്തിയെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 2 റക്അത്ത് നമസ്കാരമുണ്ടല്ലോ, ഈ ഖബറാളിക്ക് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ 2 റക്അത്ത് നമസ്കാരത്തിന്റെ പ്രതിഫലം ലഭിച്ചാൽ ഈ അദ്ദേഹം ഉപേക്ഷിച്ചു പോയ ദുനിയാവിന്റെ സകലമാന സമ്പത്തുകളെക്കാൾ ശ്രേഷ്ഠമായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. 2 റക്അത്ത് അയാളെ വിട്ടിട്ട് പോയ കോടാനക്കോടി സമ്പത്തിനേക്കാൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ 2 റക്അത്ത് ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു അദ്ദേഹത്തിന് അഭികാമ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം ഖബറിൽ കിടക്കുന്ന അവസ്ഥ എന്താണെന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂലിന് അള്ളാഹു കാണിച്ചു കൊടുക്കുക, അതീതുള്ളതാണ്. ഇനി റഅയ്തുക്കും തുഫ്തിനൂന ഫിൽ ഖുബൂർ, നിങ്ങൾ ഖബറിൽ നിങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. നബിയുനാ റസൂലുള്ളാഹി. അതിന് വിധങ്ങൾക്കുള്ളൊരു പ്രത്യേകതയാണ്, നമുക്കൊന്നും അതില്ലല്ലോ സംഭവം. നമുക്കത് ഉണ്ടായിരുന്നെങ്കിൽ വാളിൻ്റെ ഒന്നും ആവശ്യമില്ല. ചോദിക്കുന്നതിന് മുമ്പേ പൈസ തരും, ചോദിക്കേണ്ട അതിന് മുമ്പേ പൈസ. ചുമ്മാ ഓഫീസ് റൂമൊക്കെ പണം കൊണ്ട് ഇങ്ങനെ നിറയും. ഇല്ല അവിടെ കടിച്ചു വെച്ചേക്കുന്നത് വാട്സപ്പിൽ വരുന്നത് കണ്ടില്ലേ, ഓരോ റൂമിലൊക്കെ കെട്ട് കണക്കിരിക്കുന്നത് പോലെ. അതേപോലെ വരുമായിരുന്നു. നമ്മളെ കാണിക്കൂലല്ലോ ഇത്, നമ്മളെ കാണിക്കൂല. നമ്മളിത് ഗൈബിൽ നമ്മൾ മനസ്സിലാക്കണം, അദൃശ്യത്തിൽ നമ്മളത് മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റക്അത്താൻ, 2 റക്അത്തിന്റെ സ്ഥാനം അതല്ലേ ആ ഖബറിൽ കിടക്കുന്നവർക്ക്. ഇപ്പം 2 റക്അത്തിന്റെ സവാബ് ഉണ്ടെങ്കിൽ അദ്ദേഹം ദുനിയാവിൽ കോടാനക്കോടികൾ ഉണ്ടെങ്കിലും അതിനേക്കാൾ അതായിരിക്കും ശ്രേഷ്ഠം. നബി റസൂലുള്ളാഹി പറഞ്ഞു. അതല്ലേ ഒരു കൂട്ടുകാരൻ, 2 റക്അത്ത് ഖബറിലൊരു കൂട്ടുകാരനല്ലേ അല്ലേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ദഖലൽ മയ്യിതു അൽ ഖബറ, ഒരു മയ്യത്തിനെ ഖബറിലേക്ക് കൊണ്ടുവച്ചാൽ, ഒരു മയ്യത്ത് ഖബറിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടാൽ, ഏത് മയ്യത്ത് ദുനിയാവിലെ നമസ്കാരവും ഇബാദത്തുമുള്ള ഒരു സ്വാലിഹായ മനുഷ്യന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ മയ്യത്ത് ഖബറടക്കിയിട്ട് എല്ലാവരും പോകുമ്പോ സൂര്യൻ അസ്തമിക്കുന്നത് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെടുമത്രേ. ഫയഖൂൽ, ഉടനെ ആ മയ്യത്ത് പറയുമത്രേ, ദഊനി ഉസല്ലി, എനിക്ക് നമസ്കരിക്കാൻ സമയമായി, എന്നെ നമസ്കരിക്കാൻ അനുവദിക്കണേ. ഇബാദത്തുള്ള മനുഷ്യരെ, ചിലർക്ക് സുഖമില്ലാതെ കിടക്കുമല്ലോ, ഓർമ്മയില്ല. ഇബാദത്ത് നല്ല ഇബാദത്തുള്ള മനുഷ്യരാണ്, അവർക്ക് പെട്ടെന്ന് അവരുടെ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവരിങ്ങനെ നിസ്കരിക്കുന്ന സമയം ലൊഹറായി അസറായി മഗ്രിബായി ആ വെള്ളമെട്, അത് ഇപ്പോൾ നിസ്കരിക്കാം, പായെടുത്തിട്ട് നിസ്കരിക്കാം, വെറുതെ അവന് പുലമ്പിക്കൊണ്ടിരിക്കും. കാരണം എന്താ? അവരുടെ ഫിക്ർ അതാണ്, ചിന്ത അതാണ്. നിസ്കാരം ഇബാദത്ത്, ആ ചിന്ത. ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു നല്ല മനുഷ്യന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ എല്ലാം മൂടുമ്പോൾ മണ്ണൊക്കെ ഇട്ട് മൂടി പലകയൊക്കെ നിർത്തി കഴിയുമ്പോൾ ഒരു ഇരുട്ടാണല്ലോ. അപ്പോൾ ഈ മയ്യത്തിൽ അനുഭവപ്പെടും അത്രേ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നത് പോലെ. ഉടനെ അദ്ദേഹം പറയാണ്, ദഊനി ഉസല്ലി, എന്നെ നമസ്കരിക്കാൻ അനുവദിക്കണേ. വലാകിന്നഹു ലാ സ്വലാത്ത അലൈഹി, പക്ഷേ അവിടെ അദ്ദേഹത്തിന് നമസ്കാരമില്ല. ഫയുഖാലു, അദ്ദേഹത്തോട് പറയപ്പെടുകയാ, യുസല്ലാ അലൈക വലാ തുസല്ലി അൽയൗം, നിങ്ങളുടെ മേൽ നമസ്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാ, ഇനിമേൽ നിങ്ങൾക്ക് നമസ്കാരമേ ഇല്ല. യുദ്ആ അലൈക, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വലാ തദൂ, ഇനി നിങ്ങൾക്ക് ദുആയേ ഇല്ല.
ദുനിയാവിൽ വെച്ച ദുആയി നിസ്കാരവും മരിച്ചു കഴിഞ്ഞ് കബറിനകത്ത് കൊണ്ടുവച്ചിട്ട് നിസ്കരിക്കാൻ എന്നെ അനുവദിക്കണേ. അത് ആ ദുനിയാവിൽ അവൻ സ്വാലിഹായ മനുഷ്യനായതിൻ്റെ പേരിൽ ആ കബറിലേക്ക് കൊണ്ടുവച്ചപ്പോൾ അവനൊരു കൂട്ടുകാരനായി ആ നമസ്കാരം എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷത്താലാണ് എന്നെ നമസ്കരിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്നത്. അപ്പോഴാണ് പറയപ്പെടുന്നത് നിങ്ങളുടെ നിസ്കാരമൊക്കെ തീർന്നു, ഇനി നിങ്ങൾക്ക് നിസ്കാരം ഇല്ല, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. എല്ലാവരും അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅഫി വഅക്രിം നുസുലഹു വവസിഅ മുദ്ഖലഹു. അവർക്ക് വേണ്ടി ദുആ ചെയ്യപ്പെട്ടിരിക്കുകയാ. ഇനി നിങ്ങൾ ദുആ ചെയ്യേണ്ടതും നമസ്കരിക്കേണ്ടതുമായ ആവശ്യമേ ഇല്ല. കൂട്ടുകാർ, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് പറഞ്ഞത്, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി ഇൽമൻ അല്ലമഹു വനശറഹു. ഒരാൾ ആലിമായോ, അവൻ ഇൽമ പഠിച്ചോ, അവൻ എന്തിനു വേണ്ടിയാണ് ഇൽമ പഠിച്ചത്? ആ ഇൽമ പഠിച്ചിട്ട് അത് വ്യാപിപ്പിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും അത് തബ്ലീഗ് ചെയ്യുകയും അത് ദഅവത്ത് ചെയ്യുകയും ചെയ്താൽ, അത് തദ്രീസിലൂടെ അത് ദർസിലൂടെ ജനങ്ങൾക്കും കുട്ടികൾക്കും അത് പഠിപ്പിച്ചു കൊടുത്താൽ, ആ പണ്ഡിതൻ ഖബറിലേക്ക് എത്തിയാൽ ആ പണ്ഡിതന്റെ കൂട്ടുകാരൻ അവൻ പഠിച്ച ഇൽമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖബറിലെ കൂട്ടുകാരൻ, ഖബറിലെ കൂട്ടുകാരാര്? ഇൽമ പഠിച്ചാൽ. ഇപ്പം ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ കാസറ്റ് ആരെങ്കിലുമൊക്കെ കേട്ടാൽ അതിൻ്റെ സവാബ് ഖബറിലേക്ക് കിട്ടും. അതേപോലെ നമ്മൾ ഇൽമ പഠിപ്പിച്ചു കൊടുത്താൽ ആ മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഉസ്താദ് മരിച്ചാൽ ആ കുട്ടി ഓതുന്നതനുസരിച്ച് അതിൻ്റെതായ സവാബ് അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. ഇൽമൻ അല്ലമഹു വനശറഹു. ഒരിക്കൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ സ്വഹാബാക്കൾ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്, അലാ ഉഖ്ബിറുക്കും ബി അജ്വദിൽ അജ്വാദ്, ധർമ്മിഷ്ഠതയിൽ ഏറ്റവും വലിയ മഹോന്നതൻ ആരെന്ന് പഠിപ്പിച്ചു തരട്ടെയോ സഹാബ? ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാലും. ആരാണ് ഉദാരൻ, ആരാണ് ധർമ്മിഷ്ഠൻ, ആരാണ് സഹായ ഹസ്തങ്ങൾ നീട്ടുന്ന വ്യക്തി, ആരാണെന്ന് സഹാബാക്കളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ അറിയിച്ചു തരാൻ ബഹുമാനപ്പെട്ട സഹാബാക്കൾ പറയുകയാണ്. ഉടനെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാണ്, അല്ലാഹു അജ്വദുൽ അജ്വാദ്, ഏറ്റവും വലിയ ഉത്തമനായ ധർമ്മിഷ്ഠൻ അല്ലാഹുവാണ്. ഏറ്റവും അവനല്ലേ നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുന്നത്. അവൻ തന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ പിടിച്ചു കൊടുക്കും. 1000 രൂപ ചോദിക്കുമ്പോൾ പിടിക്കും. അള്ളാഹ് പിടിക്കാതെ ഹിസാബില്ലാതെയാ കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുമ്പോൾ ഹിസാബായിട്ടാ കൊടുക്കുക. നമ്മൾ പൈസ എടുത്തിട്ട് ഏറ്റവും കുറഞ്ഞത് നോക്കിയിട്ടാ കൊടുക്കുക. എൻ്റെ സ്വഭാവം പറയുന്നത് നിങ്ങളുടെ അല്ല, എനിക്കറിയില്ല. അള്ളാഹല്ല എല്ലാ ദിവസവും വാതിൻ്റെ എല്ലാം കൊടുത്താൽ പേഴ്സ് മൊത്തം കാലിയാവൂല്ലോ. സംഭവം നിറയ്ക്കാൻ നിങ്ങൾ സമ്മതിക്കത്തുമില്ലല്ലോ. അപ്പൊ അള്ളാഹ് ഹിസാബ് നോക്കാതെയാണ് നമുക്ക് തരുന്നത്. അള്ളാഹ് ഹിസാബ് നോക്കാതെ തരുമ്പോൾ നമ്മൾ ഹിസാബ് നോക്കി കൊടുക്കുകയാണ്. അപ്പൊ ഏറ്റവും വലിയ ഉദാരനും ഔദാര്യവാനും ആരാണ്? ധർമ്മിഷ്ഠനാരാ? അള്ളാണ്. രണ്ടാമത് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അന അജ്വദു ഉൽദി ആദം, ആദമിന്റെ മക്കളിൽ അള്ളാഹ്ക്ക് ശേഷം ഏറ്റവും വലിയ ഉദാരൻ ഞാനത്രേ. നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂൽ എപ്പോൾ പോയാലും എല്ലാവർക്കും അങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അബീബായ തങ്ങളുടെ അങ്ങനെ കൊടുക്കണം. അബീബേ അൽഹംദുലില്ലാ, അങ്ങനെ വാരി കൊടുക്കാൻ. റമളാൻ മാസത്തിലൊക്കെ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട് അത്ഭുതപ്പെടും. നബി തങ്ങൾ ഇങ്ങനെ വാരി കൊടുക്കുന്ന കണ്ടിട്ട്. റമളാന്റെ മാസത്തില് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ അത്രയ്ക്ക് ഇങ്ങോട്ട് വാരി കൊടുക്കാണ്. അന അജ്വദു ഉൽദി ആദം വഅജ്വദു മൻ ബഅദി. ഇനി ശ്രദ്ധിക്ക്.
എനിക്ക് ശേഷം ആരാണ് ഉത്തമരായ ധർമ്മിഷ്ഠർ? ആരാണവർ? ഉത്തമരായ ധർമ്മിഷ്ഠർ ആരാണ്? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, റജുലുൻ, ഒരു പുരുഷനാ, അലിമ ഇൽമാ, അവൻ ഇൽമ പഠിക്കുകയും ഫനശറഹു, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അത് വ്യാപിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ എനിക്ക് ശേഷം ഏറ്റവും വലിയ ഉദാരൻ അവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാനിപ്പോൾ നിങ്ങൾക്ക് പകർന്നു തരുന്ന ഈ ഇൽമുകൾ കോടാനകോടി രൂപ സദഖകൾ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോൾ വെറുതെയല്ല ഈ പാതിരാ സമയത്ത് നിങ്ങൾ ഉറക്കമിളച്ചിവിടെ ഇരിക്കുന്നത്. ഈ വിനീതന്റെ നാവിലൂടെ അള്ളാന്റെ റസൂലിന്റെ ഇൽമുകൾ, മൊഴിമുത്തുകൾ അത് നിങ്ങൾ പെറുക്കിയെടുക്കാൻ ആവേശത്തോടെ ഇരിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് എറിഞ്ഞു തരുന്ന ഈ ഉലമാക്കളുണ്ടല്ലോ, അവരാണ് ഈ സമൂഹത്തിൽ ഏറ്റവും ധർമ്മിഷ്ഠരെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും ധർമ്മിഷ്ഠൻ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, ഇവരെ യുബ്അസു യൗമൽ ഖിയാമത്തി ഉമ്മതൻ വഹദ, നാളെ ആഖിറത്തിൽ ഇവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഒരു സമുദായം പോലെയാ, ഒരു സമുദായം പോലെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ വാക്കെന്താ? ഉമ്മത്തൻ വാഹിദ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഉമ്മത്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം സംസ്കരിച്ച് ഒരു ഉമ്മത്തിനെ വാർത്തെടുത്തു. ഒരു ഉമ്മത്ത് നന്നായി, ഒരാലിമ് നന്നായാൽ ഒരു ഉമ്മത്ത് നന്നാവും. ഒരു ഉമ്മത്ത് നന്നായി. ഈ ആലിമ് ഇൽമ് പഠിപ്പിച്ചു കൊടുത്തതിന്റെ പേരിൽ നാളെ ഒരു ഉമ്മത്തിനെ പോലെ ഇദ്ദേഹത്തെ നാളെ ആ സ്വർഗത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, ആഖിറത്തിൽ കൊണ്ടുവരും. പക്ഷെ അദ്ദേഹം ഖബറിൽ കിടക്കുമ്പോൾ ഈ ഇൽമ് ആ ഖബറിൽ അദ്ദേഹത്തിന് കൂട്ടുകാരായിട്ട് വരും. ആണ് ആലിമ്. കുറഞ്ഞ കാര്യമൊന്നുമല്ല. ആലിമുകൾക്കുള്ള അള്ളാന്റെ കൂലി എന്താണെന്നറിയോ നിങ്ങൾക്ക്? من تعلم علما مما يبتغى به وجه الله أعطاه الله أجر 70 نبيا أو كما قال عليه السلام. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അവന്റെ പ്രീതിക്ക് വേണ്ടി, അവന്റെ പൊരുത്തത്തിന് വേണ്ടി ഇഖ്ലാസോടെ നിഷ്കളങ്കതയോടെ ഈ പാവപ്പെട്ട സമൂഹത്തിന് ഇൽമ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് കരുതി ആരൊരു പണ്ഡിതൻ, ഏതൊരു പണ്ഡിതൻ ഇൽമ പഠിക്കുന്നുവോ, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു 70 പ്രവാചകന്മാരുടെ സവാബ് അള്ളാഹു ആ പണ്ഡിതന് നൽകുമത്രേ. 70 പ്രവാചകന്മാരുടെ സവാബ് അള്ളാഹുവിന് വേണ്ടി ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർ. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെയൊക്കെ പെടുത്തട്ടെ, അള്ളാഹു കൂട്ടത്തിലൊക്കെ നമ്മളെ പെടുത്തട്ടെ. റബ്ബേ അല്ലാഹ്, ഇതൊക്കെ അള്ളാഹ് നമ്മളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. ആഴത്തായിട്ട് കബറിൽ വരുമ്പോ കിടന്നുറങ്ങിയാൽ മതി. ഈ വാതൊക്കെ അവിടെ വരും. ആരൊക്കെ ഈ വാത് കേൾക്കുന്നു, ആരൊക്കെ മനസ്സിലാക്കുന്നു, നമ്മുടെ ഇഖ്ലാസ് പോലെ അതൊക്കെ അവിടെ എത്തും. അൽഹംദുലില്ലാഹ്. ഒരാൾ നന്നാവണം, മനസ്സിലാക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഈ വാത് പറയുമ്പോൾ അതൊക്കെ ആ കബറിലെത്തും. ആഴത്തായിട്ട് കിടന്നുറങ്ങാമല്ലോ. മുഖാത്തിൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുകയാ, ഇദൻ ദഹൽ മുഅ്മിനു ഇലാ ബാബിൽ ജന്ന, ഒരു സത്യവിശ്വാസി സ്വർഗ്ഗത്തിന്റെ വാതിൽക്കലേക്ക് എത്തിയാൽ ഫയുഖാലു, അവനോട് പറയപ്പെടും, ഉദ്ഖുലിൽ ജന്നത ബിഅമലിക, നീ ചെയ്ത അമലുകൾ കൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണേ. മറിച്ച് വഇദൻ തഹൽ ആലിമു ഇലാ ബാബിൽ ജന്ന, ഒരു ആലിമ്, ഒരു പണ്ഡിതൻ സ്വർഗ്ഗത്തിന്റെ വാതിൽക്കലേക്ക് എത്തിയാൽ മലക്കുകൾ വന്ന് അവരോട് പറയുകയാണ്, ഖിഫ് അലാ ബാബിൽ ജന്ന, ദയവ് ചെയ്ത് ഈ സ്വർഗ്ഗത്തിന്റെ വാതിൽക്കൽ ഒന്ന് നിൽക്കണേ. വഷ്ഫി ബിന്നാസ്, ഈ വഷ്ഫഅ ബിന്നാസ്, ഈ ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്ത് അവരെയും കൂടി ഒന്ന് സ്വർഗ്ഗത്തിൽ കയറ്റണേ. ആലിമിങ്ങളോട് നിക്കവിടെ പോലെ, പ്ലീസ് പ്ലീസ് പോലെ. ബാക്കി ആലിമല്ലാത്ത വ്യക്തി പോകുമ്പോൾ അവിടെ പറയും, നീ അമ്മൽ നിസ്കരിച്ചിട്ടുണ്ടോ, ബാത്ത് ചെയ്തിട്ടുണ്ടോ, അമൽ ചെയ്തിട്ടുണ്ടോ, അതുകൊണ്ടേ സ്വർഗത്തിൽ കയറ്. ഇല്ലേ, മാറിപ്പോ. ആലിമീങ്ങൾ വരുമ്പോൾ ഉഖ്റവിയായ പണ്ഡിതന്മാർ അവർ വരുമ്പോൾ പറയും, നീ പോലെ
ആ പാവപ്പെട്ട രണ്ടുപേരെയും കൂടെ ഒന്ന് ശഫാഅത്ത് ചെയ്തിട്ട് പോ എന്നും മലക്കുകള സ്വർഗത്തിൻ്റെ വാതിൽക്കൽ വെച്ച് പറയുമത്രേ. അള്ളാഹുവേ ആ കുലത്തിലുള്ള പണ്ഡിതന്മാരാക്കി മാറ്റണേ അടച്ചവനെ. അങ്ങനെ ഒരു തൗഫീഖ് എനിക്ക് കിട്ടി. ഞങ്ങളെയൊക്കെ ഞാൻ അയറ്റ് അസീസാക്ക എപ്പോഴേ കൈപൊക്കി. പക്ഷെ അങ്ങനെയുള്ള പണ്ഡിതനാവുമ്പോൾ നിങ്ങൾ ദ്വാരക്കണം, നിങ്ങൾ ദ്വാ ചെയ്യണം. അല്ല ചുമ്മാ പ്രസംഗിച്ചിട്ട് കാര്യം വല്ലതും ഉണ്ടോ? നിങ്ങൾ അങ്ങനെ ദ്വാ ചെയ്താൽ രക്ഷപ്പെട്ട്. നിങ്ങളെയൊക്കെ ഞാൻ ചെയ്തോളാം. പള്ളിക്കുറ്റിക്കാരെ പ്രത്യേകം ആംബുലൻസ് തെളിവാണ് സംഭവം കിടക്കും. മനസ്സിലായില്ലേ? ഇൽമ അടിച്ച് അങ്ങനെ കുറഞ്ഞ കാര്യമാണോ? ഇൽമെന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാര്യമാണോ? ആലിമീങ്ങളോട് വിരോധം വെച്ച് പുലർത്തുന്നുണ്ട് കുറേ ആളുകൾ. ആലിമീങ്ങളോടെ ഒരു ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ വാട്സപ്പിൽ ഇതിൽ മറ്റേ ചുമ്മാ ഒന്നും പറയാൻ പറ്റൂല. ഹക്ക് പറയാൻ പറ്റൂലല്ലോ. ദീനിന്റെ കാര്യം പറയാൻ ആലിമീങ്ങൾക്ക് പറ്റുന്നില്ല, പറയാൻ പറ്റുന്നില്ല. പരസ്യമായിട്ട് അവർക്ക് റാഹത്തായിട്ട് മനസ്സ് തൃപ്തിയോടുകൂടി അള്ളാഹുവിൻ്റെ ദീൻ പറയാൻ കഴിയുന്നില്ലല്ലോ. ആരോ തടയുന്നത് പോലെ, ആരോ തടസ്സം പറയുന്നത് പോലെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചാ പറയുന്നത്. ശരിയാ, ഞാനും അങ്ങനെ തന്നെയല്ലേ. അല്ല അങ്ങനെ പച്ചക്കം കാണാൻ പറയാൻ പറ്റുമോ? പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? മൊത്തം ഫിത്നയും ഫസാദ്. അതേപോലെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹെ കാണാൻ തൂരിസീന പർവ്വതത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? എല്ലാവണ്ണം കാളക്കുട്ടിയെ വെച്ച് ആരാധിച്ച് കഷ്ടപ്പെട്ട് ആ ബനു ഇസ്രായേലികളെ മുഴുവനും ഒപ്പിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് തൗഹീദിൻ്റെ മക്കളാക്കി മാറ്റിയെടുത്ത് സംസ്കരിച്ചെടുത്ത് കൊണ്ടുവന്ന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂരിസീന പർവ്വതത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ സാമരിയുടെ നേതൃത്വത്തിൽ കാളക്കുട്ടിക്ക് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂത്തിന് കയറി ഒരു പിടിഞ്ഞ് പിടിച്ച് ആര്? മൂസ നബി അലൈഹി ആറൂനെ ഏൽപ്പിച്ചിട്ട് അനിയനെ ഏൽപ്പിച്ചിട്ട് ഇമ്മനെ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഞാൻ പോയി തുരിസിന പർവ്വതത്തിൽ പോയിട്ട് തൗറാത്ത് മേടിച്ചോണ്ട് വരട്ടെ. പോയ തക്കം നോക്കി ഇവിടെ ഇടങ്ങറാക്കി കളഞ്ഞു മൊത്തം. കയറി ഒരു പിടി. നമ്മളങ്ങനെയല്ല ദേഷ്യം പിടിക്കുമ്പോൾ കയറി പിടിക്കുന്ന പോലെ. ആര്? മൂസ നബി അലൈഹി സ്വലാത്തു. ആരാ മൂസ എന്നറിയാം? ഒറ്റയടിക്ക് വിധിയൊക്കെ തട്ടിയ ആളാ. അവൻ്റെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറി ഹാറൂനെ കയറി ഒറ്റപ്പിടി താടിക്ക് കയറി ഒരു പിടിഞ്ഞു പിടിച്ച്. നീ എന്താ നീ കാണിച്ചവിടെ? ഇത് കണ്ടില്ല നീ എന്നൊക്കെ? قال يا ابن أمي لا تأخذ بلحيتي ولا برأسي إني خشيت أن فرقت بين بني إسرائيل ولم ترقب قولي. എൻ്റെ ഇക്ക താടിന്ന് കൈയെടുക്ക പ്ലീസ്, എടുക്ക, എന്നെ പിടിക്കല്ലേക്ക. ഞാനെങ്ങാണ് ഇക്ക ഇവരെടുത്തെങ്ങാണ് ഇത് അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും ആരാധിക്കലെന്ന് പറഞ്ഞ് ഇവന്മാരെല്ലാം കൂടെ തമ്മിലടിച്ച് പല ഗ്രൂപ്പുകളായി ചിന്ന ഭിന്നായിപ്പോ അത് പേടിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഇതാണ് ഇന്നത്തെ മുസ്ലിയാക്കന്മാർക്ക് സംഭവിച്ചത്. നമുക്ക് പോയിട്ട് ഏതെങ്കിലും ഹക്ക് പറയാൻ പറ്റുമോ? പള്ളിയിൽ പോയിട്ട് അങ്ങനെ പറഞ്ഞാൽ അവിടെ എ ഗ്രൂപ്പ് കാണും, ബി ഗ്രൂപ്പ് കാണും, സി കാണും, ബി പോസിറ്റീവ് കാണും, ബി പോസിറ്റീവ് കാണും, എ നെഗറ്റീവ് കാണും, ഒ നെഗറ്റീവ് കാണും. ഇവരെ എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ലേ മുസ്ലിയാർക്ക് പ്രസംഗിക്കാൻ പറ്റുള്ളൂ. ജുമാ അല്ല പറ്റുമോ? അല്ല ജുമാ കഴിയുന്നതിന് മുമ്പേ മുസ്ലിയാർക്ക് കത്ത് വരും റൂമിലേക്ക്. യാ അല്ലാഹ് മാസല്ലാം അടുത്ത ജുമാ വേറെ തൈക്കാവി പോയി നടത്തിക്കുക ഉസ്താദ് എന്ന് പറയും. യാ അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നോക്കും പിടിച്ച് പലിശക്കാരെ ഇന്ന് വന്നിട്ടുണ്ടോ? ഇന്ന് പലിശയില്ല, വിഷയം ഇന്ന് പലിശയല്ല. ഇന്നത്തെ വിഷയം സ്വർഗത്തിലേക്കുള്ള പാത. യാ അല്ലാഹ്. പുറത്തുണ്ടോ വെള്ളടിക്കാരൻ കാക്ക ഫ്രണ്ടിൽ വന്നിരിക്കും. ഇന്ന് വല്ല സ്വർഗത്തിലെ മദ്യമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. ദുനിയാവിലെ മദ്യം നമുക്ക് ഇന്ന് ഇവിടെ ചർച്ചയില്ല സംഭവം. കാരണം എന്താ? കാക്ക ഇരിപ്പുണ്ട്, ഹാൽക്കി പിടിച്ച് ഹൗലി തള്ളിയിട്ട് സംഭവം തീർന്ന്. മുസ്ലിയാർ പിന്നെ ചില ചന്ദനക്കുട നടക്കുന്ന പള്ളികളിലൊക്കെ പോയി മുസ്ലിയാർ ചന്ദനക്കുടത്തെ പ്രസംഗിച്ചാൽ മിമ്പറിൽ നിന്ന് അതേപോലെ പഴയ കുഴിക്കാത്ത കൊണ്ട് താക്കും സംഭവം. ആരും ചോദിക്കാനില്ല. പട്ടച്ചാര അടിച്ചുകൊണ്ട് വന്ന് മൊയിലിയാരെ മിമ്പറിൽ നിന്ന് പൊക്കിക്കൊണ്ട് പോയി ആര് ചോദിക്കാനാ? ഏത് കമ്മിറ്റിക്കാരൻ ചോദിക്കാനാണ്? വല്ലതും പറയാൻ പറ്റുമോ നമുക്ക്? ആ ബീവെ പിന്നെ ഇതേപോലെ വാളിൻ്റെ സദസ്സ് നമുക്ക് പറയാം. കാരണം എന്താ? അടുത്ത വർഷം നിങ്ങൾ വിളിക്കൂല, രക്ഷപ്പെട്ട് പിരിക്കണ്ടല്ലോ. റാഹത്ത ഇതുപോലെ ദീൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കല്ലോ. മെമ്പർ മെഹ്റാബുകളും അൽഹംദുലില്ലാ നല്ല അതേപോലെ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള മഹല്ലുകളുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന മണക്കാട് പള്ളി അൽഹംദുലില്ലാ ആ കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി അൽഹംദുലില്ലാ അവർ പറയും ഉസ്താദ് ഹക്ക് പറഞ്ഞോ, ദീൻ്റെ കാര്യം പറഞ്ഞോ, ഖുർആൻ പറഞ്ഞോ, ഹദീസ് പറഞ്ഞോ, നമുക്ക് അതിനകത്തൊന്നും യാതൊരു സംശയമില്ല, വിഷമവുമില്ല, പ്രയാസമില്ല. ഉസ്താദ് സധൈര്യം പറഞ്ഞോളി. അൽഹംദുലില്ലാ അങ്ങനെ പറയാൻ പറ്റും. ചങ്കുറ്റുള്ള 10 കമ്മിറ്റിക്കാരെ കിട്ടിയാലേ അൽഹംദുലില്ലാ നമ്മളങ്ങോട്ട് പൊളിക്കൂലേ. അതല്ലേ വേണ്ടത്. ഇതിപ്പോൾ ഒന്നും പറയാൻ പറ്റൂല. സംഭവം എന്താ? കമ്മിറ്റിയിലെ മെയിൻ സാധനം മറ്റേതിൻ്റെ ആളാണ്. പിന്നെ അങ്ങനെ ഇത് പറയാൻ പറ്റുമോ വലിയവർക്ക്? ഇത് പറയാം, അത് അവരെ നോക്കണോ, ഇവരെ നോക്കണോ, അങ്ങോട്ട് നോക്കണോ, ഇങ്ങോട്ട് നോക്കണം, എന്തെല്ലാം നോക്കണോ? എന്നിട്ട് ആൾക്കാരെ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് വാതിലൂടെ കാശ് കിട്ടുമെന്ന് പറയാം. നീ പഠിച്ച കിതാബ് എന്നല്ലേ ഞാനും പഠിച്ചത്, എനിക്ക് വാത് പറഞ്ഞൂടെ? നമ്മൾ പറയാം മൂസാ നബിയുടെ തൗറാത്തൊന്നും അല്ലല്ലോ പഠിച്ചത്.
ഈ ഉയിലിയാർ പഠിച്ച കിതാബ് തന്നെ നമ്മളും പഠിച്ചത്. പിന്നെ നിനക്കെന്താ പറഞ്ഞാൽ പറയാനൊരു ചങ്കൂറ്റമാണ്, ധൈര്യമായിട്ട് പറയണം, അള്ളാഹ് സഹായിക്കും. നമ്മളാരെ പഠിക്കാൻ? മൊയ്തീൻ ഷേഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു വസിയത്ത് ചെയ്യാൻ പറഞ്ഞു. മക്കൾ പറഞ്ഞു മരിക്കാറായ സമയത്ത് വസിയത്ത് ചെയ്യാൻ പറഞ്ഞു. മൊയ്തീൻ ഷേഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു അലൈക ബിതഖ്വല്ലാഹി വതഅത്തില്ലാ വലാ തഖഫ് അഹദൻ ഇസിവല്ലാഹ് വലാ തഖഫ് അഹദൻ. അല്ലാഹു അല്ലാതെ, അല്ലാഹുവിനെ അല്ലാതെ ഒരു മനുഷ്യനെ, ഒരു മഖ്ലൂഖിനെ നീ ഭയപ്പെടണ്ട, പിടിച്ചോളാൻ പറഞ്ഞു. മൊയ്തീൻ ഷേഖ് റളിയല്ലാഹു ഗുനിയയിലുള്ളതാ, മുഖദ്ദിമത്തുൽ ഗുനിയയിലുള്ള സംഭവമാണ്. മൊയ്തീൻ ഷേഖ് റളിയല്ലാഹു കിതാബില് ആരെയും ഭയപ്പെടണ്ട, അല്ലാഹ് അല്ലാതെ ഒരു മഖ്ലൂഖിനെ നീ ഭയപ്പെടണ്ട, ധൈര്യമായിട്ട് നീ അല്ലാഹയെ ഭയപ്പെട്ട് ജീവിച്ചോ.